രസമാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും കുട്ടികളും കൂടിയിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബസ് കാത്തിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയപ്പോഴേ കുറച്ചൊരു 10 മണി ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വെഞ്ഞാറമൂടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ബസ് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ നേരിട്ട് ബസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ കല്ലറ ബസ്സിൽ കയറിയിട്ട് വേണം കേട്ടോ പോകണം. അപ്പോൾ ഞങ്ങളവിടെ 1.25 മണിക്കൂർ ഇരുന്നിട്ടാണ് കേട്ടോ നമുക്ക് ബസ് കിട്ടിയത് ഭാഗ്യത്തിന്. അതിന് മുമ്പ് വന്ന ബസ്സിലൊന്നും നമ്മൾ കയറിയില്ല, വെയിറ്റ് ചെയ്ത് നോക്കിയത്. എന്തായാലും ഭാഗ്യമായി നമുക്ക് വെഞ്ഞാറമൂടേക്ക് കറക്റ്റ് ബസ് തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളിതാ 3 പേരും കൂടെ കയറിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ. ഞാൻ ഇത്രയും ദൂരം വരെ 3 പേരെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. എപ്പോഴൊക്കെ കൂടെ ഉണ്ടാവും. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഞാൻ കല്ലറയൊക്കെ പോകലുണ്ട് ഇവരെ കൊണ്ടിട്ട്, ഇപ്പോൾ ഒറ്റക്കായതുകൊണ്ട് തന്നെ. പക്ഷേ ഇത്ര ദൂരം വെഞ്ഞാറമൂട് പിന്നെ നമുക്ക് പോകാണ്ട് കേട്ടോ. അപ്പോൾ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ബസ് ശരിക്കും പറഞ്ഞെങ്കിൽ വെമ്പായത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. പക്ഷേ ഏത് ബസ്സിൽ കയറണമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പരിചയമില്ലാത്തൊരു സംഭവമല്ല. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ബസ് പല വഴിക്കുള്ളത് കാണുമ്പോഴത്തേക്ക് കൺഫ്യൂഷനായിട്ട് ഞാൻ അങ്ങോട്ട് നിന്നോട്ടെ. അപ്പോൾ ഒരു വയസ്സായ ഒരു ആളെടുത്ത് ചോദിച്ചപ്പോൾ എടുത്തു പറഞ്ഞ് നെടുമങ്ങാട് ലോക്കൽ ബസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ നമ്മളിത് ആ ബസ്സിൽ കയറി നമുക്ക് പോകേണ്ട സ്ഥലത്തെത്തി. സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സാധനം വാങ്ങാനാണ് കേട്ടോ, ഇത് വാങ്ങാനാണ് കേട്ടോ നമ്മൾ വന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊറിയറാണ്. കൊറിയർ നമ്മുടെ അടുത്തേക്കുള്ള DTDCയിലേക്കായിരുന്നു അയക്കാൻ പറഞ്ഞത്. അപ്പോൾ അവർ അയച്ചു. പക്ഷേ അത് എന്താ അറിയില്ല, നമ്മുടെ അടുത്തുള്ള DTDCക്കാരെ തിരിച്ചയച്ചിട്ട് വെമ്പായത്തുനിന്ന് വിളിച്ചു. അവിടെ 2 ദിവസമായി വന്നിരിക്കണു. വന്ന് പിറ്റേ ദിവസം വന്ന് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചയക്കും. അവർക്കിനി അത് വെച്ചിട്ടിരിക്കാനേ പറ്റില്ല പറഞ്ഞു. പിന്നെ ഇക്കാണെങ്കിലും അതിൻ്റെ തലേദിവസം വന്നിട്ട് പോയതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ എന്തായാലും ലീവ് കിട്ടില്ല. പിന്നെ ഞാൻ തന്നെ എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും പോകുമ്പോൾ ആരെയും അറേഞ്ച് ചെയ്യാൻ നമുക്ക് പരിചയമുള്ള ആരും അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ കുട്ടികളെ കൊണ്ടിട്ട് ഇതുവരെ പോയിട്ടില്ലാത്തൊരു സാഹസികമായ യാത്രയ്ക്ക് ഞാനങ്ങനെ ഏറ്റെടുക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും അത് ആദ്യത്തെ സാധനം തന്നെ നമ്മൾ റിട്ടേൺ അയക്കണം ശരിയല്ല എന്ന് വെച്ചിട്ട്, അതുമല്ല നമ്മൾ ഓൾറെഡി പൈസ കൊടുത്ത് കഴിയുന്ന സാധനം ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് വെഞ്ഞാറമൂടിലേക്ക് ബസ് കയറി. അവിടെ നിന്ന് കുറച്ച് നേരം നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി. ഒരു ഓട്ടോ ചേട്ടൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. കറക്റ്റ് ബസ് സ്റ്റോപ്പിലൊക്കെ കൊണ്ടാക്കി ഏത് ബസ്സിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കാരണം നമുക്ക് കല്ലറ ബസ്സുണ്ട്, പിന്നെ മുതുവള ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഒരു മുതുവള ബസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നു ആൾക്കാർ, സീറ്റൊന്നുമില്ല. പിന്നെ ഞാൻ ചെന്ന് എനിക്ക് കുട്ടികളുണ്ട്, ചിലപ്പോൾ ആരെങ്കിലും സീറ്റ് തന്നാൽ പോലും മിക്കതിനും സീറ്റ് കിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 1 മണിക്കൂറിൻ്റെയൊക്കെ ദൂരം ഇവിടുന്ന് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും പറ്റൂല, അവർക്ക് ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ സീറ്റൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളവിടെ തന്നെ വെയിറ്റ് ചെയ്തു. പോണ വഴിക്ക് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഒരു 10 രൂപയുടെ ജെംസ് വാങ്ങിച്ചിട്ട് ഹൈസിക്ക് വാശിയൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ ജെംസ് കൊടുത്ത് അവനെ ഒതുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഞാൻ കുറച്ച് സ്നാക്സും ഇങ്ങനെ വെള്ളമൊക്കെ വാങ്ങിച്ച് കൊടുത്തു. കാരണം അവരെയൊക്കെ പിടിച്ച് നിർത്തണ്ടേ. കാരണം അവർക്കും പാവങ്ങൾ കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. കാരണം എനിക്ക് അത്രയും ഇവനെ വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരുടെ സ്കൂൾ ബാഗൊക്കെ എടുത്ത് പറഞ്ഞു. അതിനോട് ബാഗിൽ ഹൈസിക്ക് വേണ്ട സാധനങ്ങൾ, ഉടുപ്പ്, സ്നഗ്ഗിയൊക്കെ ഇക്കിയുടെ ബാഗിലാണ് നമ്മൾ കൊറിയർ ഇട്ടത്. അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, തുണിയായതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. എനിക്കും ഓൾറെഡി ഒരു ബാഗുണ്ട്, അവൻ്റെ പാല്, പൊടി, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മുതുവള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും അവിടെ ഒരു മുതുവള ബസ് വന്ന് കിടന്നു കേട്ടോ. അതിൽ ആരും കയറി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേഗം പോയിട്ട് ആ ബസ്സിൽ കയറാമെന്ന് വെച്ചിട്ട് പോയി കയറി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ കൊറിയർ. അപ്പം ഇത് തുണിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നമ്മൾ വീട്ടിലെത്തി. ഇനി വന്ന പാടെ നമ്മൾ റൂമിൽ കയറി ഫാൻ ഇട്ടിട്ട് ഇരുന്നു കേട്ടോ, ക്ഷീണം കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽസ്. ഇത് പ്രേ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ സമയത്താണ് പ്രേ ഡ്രസ്സിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ നമുക്ക്. ഞാൻ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു നമ്മൾ ഒറ്റയ്ക്ക് പോയൊരു സന്ദർഭത്തെക്കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാവുന്നവർക്ക് അറിയണ്ടാവും. നമ്മൾ ഏതൊരു സാഹചര്യം നമുക്കത് ചെയ്തേ പറ്റൂ, വേറൊരു ഓപ്ഷൻ നമുക്കില്ല.